വാഗണാറിന്റെ ഇസഡെക്സ് വീട്ടിലെ തന്നെ എത്രയോ നമുക്ക് നോക്കാം. ഹായ്, വെൽക്കം ടു ചായ് വിത്ത് കാർസ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വാഗണാറിന്റെ ഇസഡെക്സ് വേരിയന്റ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 7 lakhs ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് ഒരു വണ്ടി നോക്കുമ്പോഴേക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 1.2 ലിറ്റർ എഞ്ചിന്റെ കാര്യം കേട്ടോ പറയണം. 1 ലിറ്റർ 3 സിലിണ്ടർ ആണ്, ജെർക്കിനെസ് ഉണ്ട്. അപ്പോൾ 1.2 ലിറ്റർ ആണ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക. അതിന് ഇസഡെക്സ് പ്ലസ്സിലുമാണ് വരുന്നത്. 7 lakhs ബഡ്ജറ്റിൽ വരുന്ന ഇസഡെക്സ് ആണ്. ഒരു 70,000 കൂടുതലാണ് ഇസഡെക്സ് പ്ലസ്സിനെങ്കിൽ. പക്ഷേ അലോയ് വീൽസ്, ഫോഗ് ലൈറ്റ്, 7-inch ഡിസ്പ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. നമുക്ക് ഇസഡെക്സയുടെ കാര്യം നോക്കാം. ഇസഡെക്സയ്ക്ക് ഓൺ റോഡ് വില വരുന്നത് 7 ലക്ഷമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി 30% ഡൗൺ പേയ്മെന്റ്, 5 year 8.5% ഇൻട്രസ്റ്റ്, അങ്ങനെയാട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30% ഡൗൺ പേയ്മെന്റ് വരുന്നത് 2,10,000 rupees-ആണ്, 2,10,000 രൂപ. അത് 5 yearലോട്ട് 8.5% ഇൻട്രസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 10,000 രൂപയുടെ അടുത്താണ് മന്ത്ലി EMI വരാം. അതേസമയം 7 yearലോട്ട് നമ്മൾ സപ്പോസ് നോക്കുവാണെങ്കിൽ 7,750 rupees-ന്റെ അടുത്തായിട്ടാണ് നമുക്ക് മന്ത്ലി EMI വരാം. എനിക്ക് പേഴ്സണലി ഒന്ന് ഇതൊരു ഫാമിലിക്ക് ഒരു കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. അത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട്, ഒരു 60,000 മിനിമം സാലറി ഉള്ളവർക്കാണ് ഞാൻ ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. കാരണം EMI മാത്രമല്ല നമുക്ക് എക്സ്പെൻസുകൾ വരാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഒരു 7 lakhs ബഡ്ജറ്റിൽ ഒരു പുതിയ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക.